ഇരിക്കൂ. എന്താ അസുഖം? 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നിരുന്നു. അതാ അസുഖപ്പോ? അല്ല, മുട്ടുംകാലിന്റെ വേദനക്ക്. ഓ ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ടോ? കാലിന്റെ വേദനക്ക് ഒരു കുറവുമില്ലാന്ന് മാത്രല്ല, വേദന കൂടുകയും ചെയ്തു. ഇപ്പൊ കഴുത്തിനും വേദന തുടങ്ങിക്കണ്. തല തിരിക്കാൻ വയ്യ. മുമ്പൊക്കെ ദാ ഇങ്ങനെ തിരിക്കയിനി. ഇപ്പൊ വലത്തോട്ട് തിരിയണമെങ്കിൽ ഇതാ ഇങ്ങനെ തിരിയണം, ഇടത്തോട്ട് തിരിയണമെങ്കിൽ ഇങ്ങനെ തിരിയണം. അങ്ങനെ വരാൻ തരില്ല. ഞാൻ പറഞ്ഞ പദ്യം പാടിച്ചിണ്ടാവില്ല അല്ലേ? എന്ത് പദ്യം? പദ്യം പദ്യം ഞാൻ ചൊല്ലിത്തരാം. അമ്മക്കു നൽകുവാൻ ചെമ്പുള്ള എന്താ ഇത്, കവിയായിരുന്നോ? അപ്പൊ വൈദ്യരല്ലേ പറഞ്ഞ പദ്യം ചൊല്ലാന്? ഞാൻ 2ാം ക്ലാസ്സിൽ പഠിച്ച പദ്യം അത്. രസികൻ രസികൻ. ഞാൻ പറഞ്ഞതേ പദ്യം. രഥത്തിലെ ധ എന്ന് വെച്ചാ ചില ചിട്ടകളൊക്കെ പാലിക്കാൻ പറഞ്ഞിരുന്നു. അതായത് മത്സ്യമാംസാദികളൊക്കെ വർദ്ധിക്കാൻ പറഞ്ഞിരുന്നു. ആ ചിട്ടകളൊന്നും പാലിച്ചിട്ടുണ്ടാവില്ല. പാലിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന അത്ര ഞാൻ പാലിച്ചിട്ടുണ്ട്. ദിവസാനം ഉച്ചക്ക് 2 പ്ലേറ്റ് പോത്തിറച്ചിയും രാത്രി 1 പ്ലേറ്റ് നല്ല കഷ്ണമീനും ഞാൻ വർജിക്കാറുണ്ട്. ഹൈ മണ്ട ശിരോമണി, വർജിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും വെട്ടി വിഴുങ്ങി വന്നിരിക്കണു. പിന്നെങ്ങനെ അസുഖം ഭേദാവുക? നിങ്ങൾക്ക് ഇനി ഇവിടെ ചികിത്സ ഇല്ല, പൊക്കോളൂ. വൈദ്യർ അങ്ങനെ പറയരുത്. എനിക്ക് വൈദ്യരെ വലിയ വിശ്വാസാ. എനിക്ക് നിങ്ങളെ അശേഷം വിശ്വാസമില്ല. ഇനി ഞാന് വൈദ്യര് പറയും പോലെ കേട്ടോളാം. എന്താ നോക്കട്ടെ. ഇവിടെ വേദന ഉണ്ടപ്പോ? അവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടോ? അവിടെ തൊടല്ലേ. ഇല്ല. ഇവിടെ ഉണ്ടോ? അല്ല. ഇവിടെ അവിടെ വേദന ഉണ്ട്. ഉണ്ടാവും. ഇവിടെ ഞരമ്പ് ചുരുണ്ടുണ്ടല്ലോ. കണ്ണു നോക്കട്ടെ. കണ്ണിന് തീരെ രക്തമില്ല. അതെന്റെ പെണ്ണുങ്ങളും പറയാറുണ്ട്. എന്ത്? കണ്ണ് ചോരല്ലാത്തവനാന്ന്. ശോധനയുണ്ടോ? ഏതെല്ലാം മൂക്ക് കൂടിയാ? അല്ല മണ്ടശിരോമണി, ശോധന ഉണ്ടോന്ന്? ശോധന ഉണ്ട്. ഉണ്ടോ? ഉണ്ടാവും. നീ നാക്ക് നോട്ടു. പൂട്ടിക്കോളൂ. അവിടെ ഇരിക്ക, മരുന്ന് കൊണ്ടുവരാം. എവിടെ വെച്ചതാവോ? 2ാമത്തെ തട്ടില് ഇടത്തെ ഭാഗത്ത് നോക്കി. ചകട കുളുവാതി കഷായം. ചതിയടി അനുരാഗലയോ. പിടിക്കുക. ഇത് 2 ഔൺസ് വീതം 3 നേരം കഴിക്കുക. മത്സ്യമാംസാദികളൊന്നും കൈകൊണ്ട് തൊടാനേ പാടില്ല. പിന്നൊരു കാര്യം, ഈ മരുന്ന് കഴിക്കുമ്പോ ഇത്തിളുമുള്ളന്റെ വാലേന്ന് ഓർക്കാനേ പാടില്ല. എന്ത്? ഇത്തിളുമുള്ളനില്ലേ, ഇത്തിളുമുള്ളൻ, അതിന്റെ വാലിനെ പറ്റി ഓർക്കാതെ വേണം മരുന്ന് കഴിക്കാൻ. അഥവാ ഓർത്തു പോയാലോ ഫലം കിട്ടില്ല, മരുന്നിന്റെ ഫലം ഉണ്ടാവില്ല, അത്ര തന്നെ. പിന്നെ അസുഖം ഭേദായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത്. എന്നാ പിന്നെ വൈദ്യർക്ക് ഇത് പറയാതിരുന്നൂടായിരുന്നോ? എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഓർക്കാത്തൊരു സാധന ഇത്തിളുമുള്ളന്റെ വാല്. ഇനി അതിന്റെ മനസ്സിന്ന് പോവില്ല. ഇതിനിപ്പോ എത്രയായി? ഒരു 100 റുപ്യ അവിടെ വെച്ചേക്കൂ. അവിടെ വെച്ചോളൂ, അവിടെ വെച്ചാ മതി. ഈ മരുന്ന് കഴിക്കുമ്പോ ഇത്തിളുമുള്ളന്റെ വാലേന്ന് ഓർക്കാനേ പാടില്ല. ആമിന ആമിയേ, എന്തേ ഇനി എന്തെങ്കിലും വേണോ? വേണ്ട, ജി ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്ക്.
നിങ്ങൾ ഇനി മരുന്ന് കുടിച്ചു കഴിഞ്ഞില്ലേ? ഈ മരുന്ന് കുടിക്കാൻ കഴിയൂല മാളു. ആ നല്ല കയ്പല്ലേ, കഷായല്ലേ? അതുകൊണ്ടല്ല, ഈ മരുന്ന് കുടിക്കുമ്പോ ഇത്തിളുമുള്ളന്റെ വാലിനെ പറ്റി ഓർക്കരുത് എന്നാ വൈദ്യം പറഞ്ഞത്. അത് ഓർക്കാതെ അങ്ങോട്ട് കുടിക്കാനും കഴിയണില്ല. ഇനിയിപ്പൊ എന്താ ഇതിനൊരു മാർഗം? ഈ എന്തെങ്കിലും ഒരു ബുദ്ധി പറയ്. ഓ, എനിക്കല്ലേ ബുദ്ധിയില്ല നിങ്ങൾ പറയാറ്. ഇപ്പൊ ഇങ്ങക്ക് ബുദ്ധി ഞാൻ പറഞ്ഞു തരണ? അത് ഇന്ന് മുതൽ ഞാൻ മാറ്റി പറഞ്ഞോളാം ആമിന. ഈ എന്തെങ്കിലും ഒന്ന് പറയ്, ഇതൊന്ന് കുടിക്കണ്ടേ? ആ പണിയുണ്ട്. നിങ്ങള് വരി, അതിന് പണിയുണ്ട്. വരി മനസ്സാ. ഇവളിത് എവിടെ എന്നെ പിടിച്ചേൽച്ച് കൊണ്ടോണേ? വരി. ആ ഇങ്ങോട്ട് വരീന്ന്. എങ്ങോട്ട് ആമീന? വരി. അവിടെ നിക്ക്, ഈ ചെരുപ്പൊന്നും ഇടട്ടെ. ഇവിടെ ഇരിക്ക്. ആ അതിനപ്പൊ ജിന്നെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്ക്. എന്താ ആമീന എന്റെ പരിപാടി? നിങ്ങക്ക് ഇത്തിളുമുള്ളിന്റെ വാലോർക്കാതെ മരുന്ന് കുടിച്ചാ പോരെ? ആ അതിന് പണിയുണ്ട്. എന്താ പറയ്? ഞാനൊരു കഥ പറഞ്ഞുതരാം. ആ കഥ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അറിയാതെ നിങ്ങള് മരുന്ന് ഇങ്ങനെ കുടിക്കണം. നിങ്ങള് മരുന്ന് കുടിച്ചാ ഞാൻ കഥ നിർത്തൂട്ടോ. പണ്ട് ഒരു കാട്ടില് വലിയൊരു കൊട്ടാരുണ്ടായിരുന്നു. ആ കൊട്ടാരത്തില് ഒരു രാജാവും ഉണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ രാജാവ് സുബൈ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ച് കൊട്ടാരത്തിന്റെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ദാ നിക്കണ ഒരു മൃഗം. മൃഗന്ന് പറഞ്ഞാ മതിയോ? പനയുടെ വലിപ്പമുള്ള ഒരു മൃഗം. അതിന്റെ കണ്ണ് രണ്ടുണ്ടല്ലോ. കണ്ണെന്ന് പറഞ്ഞ എന്തൊക്കെ പറയാ, മത്തങ്ങാന്റെ വലിപ്പുണ്ട്. അതിന്റെ കയ്യും കാലും ഓരോ വായന്റെ വലിപ്പുണ്ട്. പിന്നെ ആ മൃഗത്തിന്റെ പല്ലുണ്ടല്ല, അമ്മിക്കുട്ടി പോലുണ്ട്. മൃഗന്ന് പറഞ്ഞ എന്തപ്പോ പറയാ, അതിന്റെ നാവുണ്ടല്ല, അതിങ്ങനെ പുറത്തേക്ക് ഇട്ട് ചോരൊക്കെ അങ്ങനെ ഒലിപ്പിച്ച് കണ്ടാ പേടി തോന്നും. അതിന്റെ രൂപണ്ടല്ല, എങ്ങനെപ്പോ അത് പറഞ്ഞു തരിക? ഇത്ര വാലുണ്ടല്ലോ,